നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിലെ എക്സാമ്പിൾ 13 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി 3, 3/2, 3/4 എക്സെട്ര ആർ നീഡഡ് ടു ഗീവ് ദ സം 3069 ഡിവൈഡഡ് ബൈ 512. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ജി പി, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. 3, 3/2, 3/4 അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇതിൻ്റെ എത്ര ടേംസിൻ്റെ സം എടുത്താലാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന 3069 ഡിവൈഡഡ് ബൈ 512 കിട്ടണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി, എത്ര ടേംസിൻ്റെ സമ്മ്, ഇതാണ് ജി പി. ഈ ജി പിയിലെ എത്ര ടേംസിൻ്റെ സമ്മ് എടുത്താലാണ് ഇത് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ മെനി ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി അവർ തന്നിട്ടുണ്ട് സമ്മ്, അല്ലേ? സമ്മ് ഇത്രയും കിട്ടുന്നത് എത്ര ടേംസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സമ്മിന് ജി പിയിൽ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് r<1 ആവുമ്പോഴും r>1 ആവുമ്പോഴും, അല്ലേ? ഇതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അതറിയാൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഹിയർ നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എടുത്തെഴുതാം. ഹിയർ എ ഈക്വൽ ടു, എ എന്ന് പറയണത് ഏതാ? 3. ഓക്കെ, ദെൻ നമുക്ക് r കണ്ടുപിടിക്കാം. r ഈക്വൽ ടു, r എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3/2 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3/2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3/1 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 1/3. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 1/2. അപ്പോൾ r എന്ന് പറയണത് എത്രയാ? r എന്ന് പറയുന്നത് കോമൺ റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്ന 1/2. ഈ 1/2 എന്ന് പറയുന്നത് 1നേക്കാളും വലുതാണോ ചെറുതാണോ? ചെറുതാണ്, അല്ലേ? 1/2 എന്ന് പറയുന്നത് ഹാഫാണ്. അപ്പോൾ അത് ചെറുതാണ്. അപ്പം നമ്മൾ ഏതാണ് r എന്ന് പറയുന്നത്? ആറിൻ്റെ വാല്യൂ എന്താണ്? <1 ആണ്, അല്ലേ? 1നേക്കാളും ചെറുതാണ്. ആറിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതാവുമ്പോൾ ഏത് ഇക്വേഷനാ? Sn ഈക്വൽ ടു സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത്, സം ടു n ടേംസ് എന്താ? a ഇൻറ്റു ഏത് ഇക്വേഷനാ? 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. ഈ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സം തന്നിട്ടുണ്ട്. ഇത് 3069 ഡിവൈഡഡ് ബൈ 512 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സം അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എ എന്ന് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യനിലെ ജി പിയിലെ എ എന്താ എന്ന് പറയുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 1 - r⁻n. r എത്രയാ? 1/2 ഓൾ റേസ് ടു n. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡഡ് ബൈ 1 - r. r എന്ന് പറയുമ്പോൾ 1/2 വിച്ച് ഈസ് ഈക്വൽ ടു സം എത്രയാണ് തന്നിരിക്കുന്നത്? 3069 ഡിവൈഡഡ് ബൈ 512. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എന്നിൻ്റെ വാല്യൂ. ഹൗ മെനി ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണമെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ഫ്രാക്ഷനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 - 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ൽ നിന്ന് 1/2 മൈനസ് ചെയ്താൽ ബാലൻസ് എന്താ? 1/2 ആണ്. അത് അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 1 - 1/2 ഈക്വൽ ടു, ക്രോസ് ചെയ്യുമ്പോൾ എന്താ? 1 × 2 എന്ന് പറയുന്നത് 2. 2 മൈനസ്, ഇതിന് ഡിനോമിനേറ്ററിൽ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ 1 ആണെന്നാണ്. ഇപ്പോൾ 2 × 1 എന്ന് പറയുന്നത് 2. 2 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 2 × 1 2. അപ്പോൾ 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. 1/2. നമുക്ക് എന്ത് കിട്ടി? ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. 1 - 1/2 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 × 1 - 1/2 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ എന്തെന്ന് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1/2 എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അതായത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 3 × 1 - 1/2 ഓൾ റേസ് ടു n.
അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഇവിടെ 1/2 ഡിവൈഡ് ചെയ്യാനായിരുന്നു, ഇത് ഞാൻ എന്ത് ചെയ്യുകയാണ്, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും. അപ്പോൾ 2/1. ഇപ്പോൾ 3 × 2 എന്താണ്, 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 6 × 6/1 എന്ന് പറഞ്ഞാൽ 6 തന്നെയല്ലേ. അപ്പോൾ 3 × 2 6 കിട്ടി. ഇനി 1 മൈനസ് 1/2 ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ, 1/2 ഓൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n ഡിവൈഡഡ് ബൈ 2/n എന്നാണ്. ഓക്കെ, 1/n ഡിവൈഡ് ബൈ 2/n. ഈ 1/n എന്ന് പറയുന്നത് എന്താ, 1 എനിത്തിങ് ഈസ് 1. അതായത് 1 ഏത് നമ്പർ വന്നാലും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ 1 എനിത്തിങ് ഈസ് 1 ആയതുകൊണ്ട് ഞാൻ 1 എന്ന് പറയുന്നത് 1 എഴുതി. 2n അത് അങ്ങനെ തന്നെ കൊടുക്കാം, 1/2n. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് ഇവിടെ 1/2n കൊടുക്കാം. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടായിരുന്നു, 3069. സമ്മല്ലേ തന്നിരിക്കുന്നത്, സമ്മിൻ്റെ ഇക്വേഷനാണിത്. സം ഡിവൈഡഡ് ബൈ 512. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്തേക്കുക അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന സാധനം ഈക്വൽ ടുൻ്റെ ബ്രേട്ട് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പം നമുക്ക് നോക്കാം, 3069 ഡിവൈഡഡ് ബൈ 512 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാം ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ അപ്പോൾ റൈറ്റ് സൈഡിൽ ഇനി എന്ത് മാത്രമേ ഉള്ളൂ, 1 മൈനസ് 1/2n. ഇനി 512 ഇൻറ്റു 6 എത്രയാണെന്ന് നോക്കാം. 512 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 3072 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3069 ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3072 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2n എന്ന് വരും. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, നമുക്ക് 2/n വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമുക്ക് എന്നിൻ്റെ വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് n മാത്രമായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ കിടക്കണ ഈ 1 ഒന്ന് മാറ്റണമല്ലോ. ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് മാറ്റാം. ഇവിടെ 1 റൈറ്റ് സൈഡിൽ കിടക്കണ 1 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 3069 ഡിവൈഡഡ് ബൈ 3072 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2n എന്ന് കിട്ടും. ഇനി ഇതെന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയില്ലേ. ഇത് ചെയ്യുമ്പോൾ 3069 ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താ, 1 തന്നെയാണ് അല്ലേ. ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, മൈനസ് 1 ഇൻറ്റു 3072 ഡിവൈഡഡ് ബൈ 3072 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാട്ടോ ഈ കാണുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. 1 ഇൻറ്റു 3069 മൈനസ് 1 ഇൻറ്റു 3072 ഓൾ ഡിവൈഡഡ് ബൈ 3072 വിച്ച് ഈസ് ഈക്വൽ ടു 1/2n എന്ന് കിട്ടും. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് മൈനസ് ചെയ്യാം, സബ്ട്രാക്ഷൻ. 3069 3072 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ കിടക്കണം. 1 ഇപ്പറേറ്റ് വന്നപ്പോൾ -1 ആയി. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു അല്ലേ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കണം -1/2n എന്നല്ലേ. ഓക്കെ, നമുക്കിനി നോക്കാം. 3069 മൈനസ് 3072 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ആണ്, -3. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വലുതെന്ന് പറയുന്നത് 3072 ആണ്. അതിൽ നിന്ന് 3069 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, അപ്പോൾ -3 ഡിവൈഡഡ് ബൈ 3072 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -1/2n. രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ 3 ഇവിടെ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന 3, ഇവിടെ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന 3072. ഇതിനെ രണ്ടിനെയും നമുക്ക് 3 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്താലോ. ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 1 ഡിവൈഡഡ് ബൈ
ഇവിടെ നമ്മൾ 3072നെയാണ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3ൽ 3 1 പ്രാവശ്യം 1 0 2 4 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇതിനെ രണ്ടിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഞാനൊന്ന് ചെറുതാക്കിയതാണ്. 3 വെച്ച് രണ്ടിനെയും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ന്യൂമറേറ്റർ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ? ഡിനോമിനേറ്ററും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ന്യൂമറേറ്റർ രണ്ടും ഈക്വൽ അല്ലേ? ന്യൂമറേറ്റർ ഇവിടെ 1 ആണ്, ദെൻ റൈറ്റ് സൈഡിലും 1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ രണ്ട് ഈക്വൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ ഈക്വൽ ആണെന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1024 ഈക്വൽ ടു 2n. ഇനി എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2n എന്നാണ് റൈറ്റ് സൈഡിൽ കിടക്കണേ. ഇവിടെയും നമുക്ക് ലെഫ്റ്റ് സൈഡിലും 2 എഴുതാൻ പറ്റണം. അതായത് ഈ 1024 എന്ന് പറയണത് 2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. എന്ത് ചെയ്യും? 2 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1024 കിട്ടണേന്ന് നോക്കണം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? LCM ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 1024 ഈക്വൽ ടു 2n. അപ്പോൾ ഈ 1024 നമുക്ക് 2 പവറായിട്ട് 2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ LCM ചെയ്യണം. 1024 LCM ഏത് നമ്പറിൽ വെച്ച്? 2 വെച്ചിട്ട്. അപ്പോൾ 10ൽ 2 എത്ര പ്രാവശ്യം? 5 ടൈംസ്. 5 × 2 ആണ് 10. 2ൽ 2 1 ടൈംസ്. 4ൽ 2 2 2 × 2 4. വീണ്ടും എന്ത് തന്നെ ചെയ്യണം? 2 വെച്ച് തന്നെ. 2 × 2 4 ആണ്. ദെൻ ബാലൻസ് ഇവിടെ 1 ഇല്ലേ? അപ്പോൾ 1 ഇപ്പറേറ്റ് എടുക്കുമ്പോൾ 11 ആണ്. 11ൽ 2 എത്ര പ്രാവശ്യം? 5 ടൈംസ്. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. വീണ്ടും 1 റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ 12 കിട്ടും. 6 × 2 ആണ് 12. വീണ്ടും നമുക്ക് 2 വെച്ച് 1 2ൽ 2 1. പിന്നെ 5ൽ 2 എത്രയാ? 2 ടൈംസ് അല്ലേ? 2 × 2 4. വീണ്ടും 1 റൈറ്റ് സൈഡിലേക്ക് പോകും. 16 കിട്ടും. അപ്പോൾ 8 × 2 16. വീണ്ടും 2 വെച്ചിട്ട്. അപ്പോൾ 6 × 2 12. ദെൻ 4 × 2 8. വീണ്ടും 2 വെച്ചിട്ട് 3. ദെൻ 2. വീണ്ടും 2 വെച്ച് 1. വീണ്ടും 12നകത്ത് 2 എത്ര പ്രാവശ്യം? 6. വീണ്ടും 2 വെച്ചിട്ട് 8 × 2 ആണ് 16. ദെൻ വീണ്ടും 2 വെച്ചിട്ട് 4. വീണ്ടും 2 2. അങ്ങനെ 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഇവിടെ 2 4 6 8 10. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 210 എന്ന് എഴുതാൻ പാടില്ല. വിച്ച് ഈസ് ഈക്വൽ ടു 2n. ഇത് ഞാൻ 2 എഴുതാൻ കാരണം രണ്ട് സൈഡിലും 2 വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 2 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ LCM എടുത്തപ്പോൾ 2 വെച്ച് തന്നെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് സ്ഥലത്തും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. അതായത് ഇതിൻ്റെ പവർ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 14. The sum of first 3 terms of GP is 13/12 and their product is -1. Find the common ratio and the terms. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മാണ് 13/12 എന്ന് പറയുന്നത്. The sum of first 3 terms of GP is 13/12 and their product is ഫസ്റ്റ് 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ റേഷ്യോ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ. അതായത് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 6 ആണ്. 6 കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ദ ടേംസ്, അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു GPയിലെ സീക്വൻസ് എങ്ങനെയായിരിക്കും തന്നെ? ഫസ്റ്റ് ടേം എങ്ങനെയായിരിക്കും? A/R. ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം A/R, സെക്കൻഡ് ടേം A, ദെൻ അടുത്തത് എന്ത് വരും? A × R അല്ലേ? അതായത് ഒരു 6 മൾട്ടിപ്ലൈ ചെയ്ത് വരും. കോമൺ റേഷ്യോ അല്ലേ? ഫസ്റ്റത്തേന് A/R ആണെങ്കിൽ ദെൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? A/R × R എന്ന് പറയുമ്പോൾ 6 ക്യാൻസൽ ചെയ്ത്
അടുത്ത ടേമിൽ എ വരും. വീണ്ടും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ 6 വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് കിട്ടി നമുക്ക്. അപ്പോൾ ജി പിയിൽ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം എ ബൈ ആറ്, ദെൻ സെക്കൻഡ് എ, തേർഡ് വൺ എ ആറ്. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം. ലെറ്റ് എ ബൈ ആർ എ എ ആർ ബി ദ first 3 terms of the GP. Then അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എത്രയാണ്? 13/12. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ എ ബൈ ആർ പ്ലസ് എ ആർ ഈക്വൽ ടു എന്തായിരിക്കും? എ ആർ ഈക്വൽ ടു 13/12. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇതവിടെ കിടക്കട്ടെ. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ദർ പ്രോഡക്റ്റ് ഈസ് -1. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ തന്നെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ബൈ ആർ ഇൻറ്റു എ ആർ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? -1. അതല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ. വീണ്ടും ഒരു എയും കൂടി വരുമ്പോൾ എ ക്യൂബ്. ഇനി ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ന്യൂമറേറ്ററിലും ആറുണ്ട്. ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ നമുക്കിവിടെ എ ക്യൂബ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ദെൻ സിംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 2 തന്നെ നമുക്കൊന്ന് മാറ്റി. എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ, വീണ്ടും എ വരുമ്പോൾ എ ക്യൂബും പിന്നെ ആറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എ ക്യൂബ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എ ക്യൂബ് ഈക്വൽ ടു -1 ആണെങ്കിൽ എ എന്തായിരിക്കും? നമുക്കറിയാം ഏത് നമ്പറും 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -1 കിട്ടണേ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് -1 ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം 1 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ -1 ഒരു ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ 1ഉം പിന്നെ -1 ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? -1 ആണ് വന്നത്. അപ്പം നമുക്ക് എ ക്യൂബ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 1 ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു മൈനസും കൂടി വരും. കാരണം -1 ഇവിടെ ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? -1 തന്നെ കിട്ടും. എ ക്യൂബ് എന്ന് പറയുന്നത് -1. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു -1. അതായത് എ ഇൻറ്റു എ നമ്മൾ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 തന്നെയല്ലേ കിട്ടണേ. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് 1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 അല്ലേ. അപ്പോൾ എ ക്യൂബ് ഈക്വൽ ടു -1 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എന്താ? എ ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എ കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? കോമൺ റേഷ്യോ വേണം അല്ലേ. കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ എയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അത് സെക്കൻഡ് ഇക്വേഷനിലോ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് a equal to -1 in ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ നമുക്ക് എയുടെ വാല്യൂ കൊടുക്കാം. ഇക്വേഷൻ 1 ഇതാണ്. അപ്പം -1/r എക്ക് -1 എന്ന് കൊടുത്തു, പ്ലസ് -a-ക്ക് -1, അപ്പം -1 പ്ലസ് -1 ഇൻറ്റു r, അതായത് -r which is equal to 13/12. ഇത്രയും കിട്ടി. നമുക്ക് -1/r പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം -1 പ്ലസ് ഇൻറ്റു മൈനസ്, അപ്പം -r. ഓക്കെ, 6ഉം 1ഉം മാറി പോരുത്. ഇവിടെ -1ഉം ഇവിടെ -r ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 13/12. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഇവിടെ നെഗറ്റീവാണ് തന്നിരിക്കുന്നത് അല്ലേ, എല്ലാം മൈനസാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ രണ്ട് ടേം നോക്കാം. -1/r -1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ ചെയ്യണത്, ക്രോസ് ചെയ്യുക അല്ലേ. അപ്പം -r എന്ന് കിട്ടും. -1 -r ക്രോസ് ചെയ്യുമ്പോൾ r × 1 എന്ന് പറയുന്നത് r കിട്ടും. ഇവിടെ -1 -1 × 1 എന്ന് പറയുന്നത് -1. അങ്ങനെയാണ് -1/-r ഓൾ ഡിവൈഡഡ് ബൈ r × 1 എന്ന് പറയുമ്പോൾ r കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, -1 - r ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടും. -r വിച്ച് ഈസ് ഈക്വൽ ടു 13/12. ഇനി വീണ്ടും ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 - r ഇത് ക്രോസ് ചെയ്തു. ഇവിടെ മൈനസ് അല്ലേ, -r × r² ഓൾ ഡിവൈഡഡ് ബൈ 1 × r. ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയാലോ. a/b - c/d ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ ചെയ്യണം, a × d - b × c ഡിവൈഡഡ് ബൈ b × d. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 13/12 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ക്രോസ് ചെയ്യുക അല്ലേ. 12 × -1 - r -r² which is equal to 13 × r. ഓക്കെ, നമുക്ക് 12നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -12 - 12r -12r² which is equal to 13r എന്ന് കിട്ടും. ഇനി ഈ 13rന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ -12 - 12r -12r² -13r ഈക്വൽ ടു എന്ത് വരും, 0. ഇവിടെ നിന്നുള്ള ടേംസ് ഒക്കെ പോയി, ഇനി ഇവിടെ 0 ആണ്. ഇവിടെ -12 ഉണ്ട്, ഇവിടെ -12r -12rഉം -13rഉം ഉണ്ട്. അപ്പോൾ രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കിട്ടണം. അപ്പോൾ നമുക്ക് -12 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇവിടെ രണ്ട് ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ എന്ത് കിട്ടും, 25 -25r -12r² വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഞാൻ ഈ r², ഈ ടേംസ് എല്ലാത്തിലും നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണേ. അപ്പോൾ 12 + 25r + 12r² ഈക്വൽ ടു 0. ഇനി ഈ നെഗറ്റീവ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി കളയുവാണ്. 0 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 0 ആയി പോകും. അപ്പോൾ എനിക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. 12r² + 15r + 12 ഈക്വൽ ടു 0. അതായത് ഞാൻ ചെയ്തത് നെഗറ്റീവ് കോമൺ എടുത്തിട്ട് നെഗറ്റീവ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ -1 എന്ന് പറഞ്ഞു, 0 ആയിപ്പോയി. ഇനി എന്താ ചെയ്തത്, ഇനി ആ ബാലൻസ് ഉള്ളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യം സ്ക്വയർ ടേം ആദ്യം എഴുതി, പിന്നെ സ്ക്വയർ ഇല്ലാത്ത ടേംസ് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ 12r² + 15r + 12 ഈക്വൽ ടു 0. ഇവിടെ 25r ആണ്, 15r അല്ല, 25r. ഇതെന്ത് ഇക്വേഷനാണ്, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. കാരണം ഡിഗ്രി 2 ആവുന്ന ഇക്വേഷനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. -b ± √(b²-4ac). നമുക്ക് ആ ഫോമിൽ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്തായിരുന്നു, -b ± √(b²-4ac) / 2a അല്ലേ. ഇവിടെ നമ്മൾ ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ r ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇനി a ഈക്വൽ ടു, a എന്താ ഇതിനകത്ത്, ഈ ഇക്വേഷനിൽ a എന്ന് പറഞ്ഞാൽ r² കോഎഫിഷ്യൻ്റ് എന്താ 12. പിന്നെ അടുത്തത് b എന്താ, b എന്ന് പറയുന്നത് r കോഎഫിഷ്യൻ്റ് ആണ് ഈ r കൂടെയുള്ള നമ്പർ എന്താ 25. ദെൻ c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം എത്രയാണ് 12.
ഓക്കെ, ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആർ ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 25ൻ്റെ സ്ക്വയർ 25 സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറയണത് 12 ഇൻറ്റു സി 12 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 12 കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25ൻ്റെ സ്ക്വയർ 625 ആണ്. ഇനി 4 ഇൻറ്റു 12 ഇൻറ്റു 12 12 ഇൻറ്റു 12 എന്ന് പറയുന്നത് 144 കിട്ടും. 144 ഇൻറ്റു 4 576. ഇവിടെ മൈനസ് ആയിരുന്നേ, അതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് കൊടുത്തത്. 576 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 24 which is equal to -25 plus or minus root of 625 ന്ന് 576 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49 ആണ്. 49 ഡിവൈഡഡ് ബൈ 24 ഇനി വിച്ച് ഈസ് ഈക്വൽ ടു -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് പറയുന്നത് 49ൻ്റെ റൂട്ട് എത്രയാ 7 ആണ് അല്ലേ. അപ്പോൾ 7 all divided by 24 എന്ന് കിട്ടും. ഓക്കെ, all divided by 24. നമുക്ക് ആൻസർ എഴുതാം. ആർ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് എന്താ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് -25 പ്ലസ് 7 ഡിവൈഡഡ് ബൈ 24ഉം ഇനി രണ്ട് കണ്ടീഷൻ ഉണ്ടല്ലോ, പ്ലസ് ഓർ മൈനസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം -25 -7 ഡിവൈഡഡ് ബൈ 24ഉം കൂടി കിട്ടും, which is equal to -25 plus 7 എന്ന് പറയുമ്പോൾ -18 കിട്ടും. 18/24. അതായത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആഡ് ചെയ്യാനാണെങ്കിൽ വലതിൽ നിന്ന് ചെറുത് കുറച്ച് വലതിൻ്റെ സൈൻ. 25 7 പോയ 18. 25ൻ്റെ സൈൻ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് -18 ഡിവൈഡ് ബൈ 24. ഓർ ഇനി രണ്ട് നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ, രണ്ട് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ. അപ്പം -32 ഡിവൈഡഡ് ബൈ 24. ഇനി 18ഉം 24ഉം നമുക്ക് 6 വെച്ച് കട്ട് ചെയ്യാലോ. 6 വെച്ച് രണ്ടിനെയും കട്ട് ചെയ്യാം. അപ്പം മുകളിൽ 6 ഇൻറ്റു 3 ആണ് 18. 3 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഉണ്ട്, -3 ഡിവൈഡഡ് ബൈ പിന്നെ 4 ഇൻറ്റു 6 ആണ് 24. അപ്പോൾ ഇനി അടുത്തത് 32നെ 24നെ 8 വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. 8 വെച്ച് ചെയ്യുമ്പോൾ 32 8 ഇൻറ്റു 4 വരും. 8 ഇൻറ്റു 4 ആണ് 32 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 3 ആണ് 24. അപ്പം നമുക്ക് ആറിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടി? ആർ ഈക്വൽ ടു -3/4 ഓർ -4/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആറിൻ്റെ രണ്ട് വാല്യൂ ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ, അതായത് 6 കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ ടേംസ് എന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ഏതൊക്കെ ടേംസ്? ഫസ്റ്റും സെക്കൻഡും തേർഡ് ടേംസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് 3 ടേംസ് നമ്മൾ എങ്ങനെ എടുത്തായിരുന്നത്? a/r ഫസ്റ്റ് ടേം, ദെൻ സെക്കൻഡ് ടേം a, തേർഡ് ടേം a/r, അങ്ങനെയാണ് എടുത്തിരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ നമുക്കറിയാം, എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -1. ആർ ഇപ്പോൾ നമുക്ക് കിട്ടി. ആർ ഈക്വൽ ടു രണ്ട് വാല്യൂസ് ഉണ്ട്, -3/4 അല്ലെങ്കിൽ എന്താ -4/3. അപ്പം നമുക്ക് രണ്ട് സീക്വൻസ് കിട്ടും. ഫസ്റ്റ് ഇഫ് എ ഈക്വൽ ടു -1 ആൻഡ് ആർ ഈക്വൽ ടു -3/4. അതായത് ആറിൻ്റെ വാല്യൂ -3/4 ആകുമ്പോൾ എനിക്ക് ആ സീക്വൻസ് എങ്ങനെയാണെന്നാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ a/r ആണ്. അതായത് -1/r എന്ന് പറയുമ്പോൾ -3/4. നെഗറ്റീവും കട്ട് ചെയ്ത് കളയുക. 1 ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ മതിയില്ലേ. അതായത് 4/3 കിട്ടും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4/3. ഇനി അടുത്തത് അതായത് a/r ഈക്വൽ ടു 4/3. ദെൻ എ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ടേം ആണ്. അത് ഓൾറെഡി നമുക്കറിയാം -1 ആണ്. ഓക്കെ, ഇനി a/r തേർഡ് ടേം എങ്ങനെയായിരിക്കും? a ഇൻറ്റു എ എന്ന് പറയുന്നത് -1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ആർ ഏതാ? -3/4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, അപ്പോൾ +3/4. അപ്പം നമുക്ക് ആ സീക്വൻസ് എങ്ങനെയായിരിക്കും കിട്ടിയിരിക്കുന്നത്? GPR എങ്ങനെയായിരിക്കും? ജോമെട്രിക് പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടേം 4/3, -1,
കോമ അടുത്ത് 3/4. ഇത് നമ്മൾ r ഈക്വൽ ടു -3/4 ആയപ്പോഴാണ് ഈ സീക്വൻസ് വന്നത്. ഇനി അടുത്തത് ഇഫ് r ഈക്വൽ ടു -4/3 ആൻഡ് a ഈക്വൽ ടു -1. എയുടെ വാല്യൂ മാറുന്നില്ല കേട്ടോ, കാരണം എ എന്ന് പറയുന്നത് -1 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആറിന് നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a/r ആണ്. a/r എന്ന് പറയുന്നത് -1 1/r എന്ന് പറയുമ്പോൾ -4/3. നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി. 1/4/3 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ സീക്വൻസിൽ. അപ്പോൾ എ എന്ന് പറയുന്നത് -1 ആണ് ഓൾറെഡി. AR തേർഡ് ടേം ആണ്. തേർഡ് ടേം -1 ഇൻറ്റു -4/3 which is equal to 4/3. Therefore, the terms of GP are, അടുത്ത ടേംസ് ഏതൊക്കെയായിരിക്കും? 3/4, -1, then 4/3. ഓക്കെ, അപ്പം നമുക്ക് 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് കോമൺ റേഷ്യോ ആണ്, അതായത് 6 കണ്ടുപിടിച്ചു. പിന്നെ ഫസ്റ്റ് 3 ടേംസ്, GPയിലെ ഫസ്റ്റ് 3 ടേംസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.